ഹായ് ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി നാട്ടിൽ നിന്ന് പോയത് പിന്നെ ക്രാഫ്റ്റ് വർക്കൊന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ, എന്താണ് അവസ്ഥ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മൾ നോർമലി ഇവിടെ നമ്മളിതിന് മുന്നേ വന്ന സമയത്ത് വാങ്ങിച്ചു വെച്ചിട്ടുള്ള എല്ലാ ക്രാഫ്റ്റ് സാധനങ്ങൾ, പെയിൻറ്റ് എല്ലാം നമ്മളത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു വെള്ളം കയറിയ സമയത്ത്. അപ്പോൾ നമുക്ക് ഒന്നീന്ന് തുടങ്ങണം. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, ചേച്ചി എവിടെ നിന്നാണ് ക്രാഫ്റ്റ് ആർട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്, ഇതുപോലത്തെ ക്രിയേറ്റീവായിട്ടുള്ള അല്ല നമുക്ക് DIY ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന്. ഞാൻ ഫുജേറയിൽ തന്നെയുള്ള 1 to 10 ഷോപ്പ് എന്നാണ് കേട്ടോ. ഇതൊന്നും ബ്രാൻഡഡോ കാര്യങ്ങളോ ഒന്നുമല്ല. എൻ്റെ ഗ്ലൂ ഗൺ ഏതാണ് ബ്രാൻഡ്, ഗ്ലൂ ഗണ്ണിൻ്റെ എന്താണ് ബ്രാൻഡ് പറഞ്ഞുതരുമോ, എത്രയാണ് പ്രൈസ് പറഞ്ഞുതരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ഞാൻ ഈ ഒരു ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. 10 ദിർഹംസ്, ഏകദേശം നാട്ടിലെ 230 രൂപ, ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നതിനനുസരിച്ചിട്ട് മോളും എന്തൊക്കെയോ എടുത്തിട്ട് ബാസ്ക്കറ്റിൽ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, എന്നാലും ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് പറയാം കേട്ടോ. പിന്നെ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സെറ്റപ്പ് സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. റേറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ക്വാളിറ്റി അതുപോലെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് കുറച്ചധികം ഇതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ, നമ്മളെ റൂംമേറ്റ് ആയിട്ടുള്ള ഒരാൾ കൂടി നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൂടി കുറച്ച് വാങ്ങിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വീട്ടിലെ സാധനങ്ങൾ കൂടി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും അവൾക്കും കൂടിയിട്ട് അവൾ ഇതാ ഈ ഒരു കപ്പ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് നമ്മൾ 2 ഡിഫറെൻറ്റ് കളറാണ് എടുത്തത്. അവൾ ബ്ലൂവും ഞാൻ പർപ്പിളുമാണ് എടുത്തത് കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇതുപോലെ തന്നെ കപ്പിലൊന്നും കുടിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ ഒരു രസം അങ്ങനെ ആ 2 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റും കുഞ്ഞിനും കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ നമ്മൾ അതിൻ്റെ ട്രോളി മാറ്റിയിട്ട് ആ ഒരു വലിയ സംഭവം തന്നെ മാറ്റിയെടുത്തു കേട്ടോ. പിന്നെ അവൾക്ക് കട്ടിംഗ് ബോർഡ് വേണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കുറേയൊക്കെ സാധനങ്ങൾ അവൾക്കും കൂടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. അവൾ ബാക്ക് ക്യാമറ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തുന്നത് അവളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് സാധനങ്ങളെടുത്തു, അവൾ ജസ്റ്റ് വീഡിയോ എടുത്തു. അപ്പോൾ കയ്യിൽ, അതായത് തവി, ആ സംഭവം കട്ടിംഗ് ബോർഡ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതുപോലെ ആ ഒരു ട്രോളി മാറ്റിയിട്ട് ഇതിൽ ഇരുത്തി പിന്നെ മാനേജ് ചെയ്യാൻ അടിപൊളിയായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും നമ്മൾക്ക് പിന്നീടാണ് മനസ്സിലായത് ഇത് വേറൊരു പണിയാണ്. ഇവൾ നമ്മൾ ഉന്തുന്നതിനനുസരിച്ചിട്ട് ഓരോന്ന് വലിക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് പറയാതെ തന്നെ അറിയാമായിരിക്കുമല്ലോ. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അവളൊന്നിനും വിടുന്നുണ്ടായില്ല. എനിക്ക് ഈ സെക്ഷനിൽ പോകണമെങ്കിൽ അവൾക്ക് വേറെ സെക്ഷനിൽ പോകണമായിരിക്കും. അപ്പോൾ പിന്നെ നോർമലി ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് മക്കൾക്ക് യൂസ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ നമുക്ക് നോർമൽ കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് അങ്ങനെയൊന്നും നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ. അതൊക്കെ നമ്മൾ നോർമൽ ലുലു അതുപോലെ തന്നെ നെസ്റ്റോ കാരിഫോറിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുകയാണ് ചെയ്യാറ്. അല്ലാതെ നമുക്ക് ഇതുപോലെ തന്നെ ഡെക്കോർ ഐറ്റംസ്, ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിക്കാറ്. അപ്പോൾ അവൾക്ക് റൂമിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുറേ നമുക്കിങ്ങനെ റൂമിൽ ആണി അടിക്കാണ്ട് തൂക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സ്മൈലീൻ്റെ സംഭവം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു കുറച്ച് നേരമെങ്കിലും എനിക്ക് മോളെ ആ ഒരു വണ്ടിയിൽ പിടിച്ചിരുത്താൻ പറ്റിയത്. അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവസാനം അവൾ അതുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഓണൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. ട്രഡീഷണലായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇതൊന്നും എനിക്ക് ഒരു ട്രഡീഷണൽ ലുക്കിലും ചേരുന്ന പോലത്തെ ഒന്നും ഫീലും തോന്നിയിട്ടില്ല. കാരണം അത്രയും ഒരുമാതിരി മഞ്ഞ കളറ് ഗോൾഡായിരുന്നു. പിന്നെ അതിലും കോമഡി തോന്നിയതൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ട്രഡീഷണൽ ജ്വല്ലറി എന്ന് പറയുന്നതുമായിട്ട് ഒരു മാച്ചും ഇല്ല. അതിലെനിക്ക് കോമൺ ആയിട്ടൊരു കൊള്ളാം തോന്നിയ ഒരു ഐറ്റം ഈ ഒരു ബ്ലാക്ക് കളറ് പാൻറ്റനൊക്കെ വരുന്ന ഈ ഒരു ബീഡ്സൊക്കെ വരുന്നൊരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ മനുവാട്ടിൽ ഇങ്ങനത്തെ ജ്വല്ലറി ഒന്നും ഇടുന്നത് തന്നെ ഇഷ്ടമല്ല. അപ്പോൾ പക്ഷേ ട്രഡീഷണൽ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിനിടയിൽ നമ്മളൊരു സബ്സ്ക്രൈബർ കൂട്ടുകാരിനെ കണ്ടു. കുറച്ച് നേരം സംസാരിച്ചു. ആൾ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി തോന്നി. കാരണം എൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് മനസ്സിലായത്. പിന്നെ മനുവാട്ടിനെ കണ്ടിട്ട് എന്തായാലും ആളിവിടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ എന്നെ അന്വേഷിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പിന്നെ ബാക്കിയുള്ള സെക്ഷനിലേക്ക് കടന്നു. അപ്പോഴും നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഓക്കെ ആയിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായതായിരുന്നു. പക്ഷെ ഇതൊന്നും വേറെ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ ഇടുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല കേട്ടോ. പക്ഷേ അവസാനം നോക്കിയിട്ട് ആ ഒരു ചൊറ വളയില്ലേ, അതിൻ്റെ ആ ഒരു ഗോൾഡൻ കളർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറേ മോതിരമൊക്കെ നോക്കി. പിന്നെ അതവിടെ ഇട്ടിട്ട് വന്നു. പിന്നെ കുറേ ഹെയർ ആക്സസറീൻ്റെ അടുത്താണ് പോയിട്ടുണ്ടായത്. എനിക്ക് ഈ ഒരു സെക്ഷൻ, അതുപോലെ തന്നെ ക്രാഫ്റ്റ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഭ്രാന്ത് പിടിച്ചൊരു ഏരിയ ആണ് കേട്ടോ. എത്ര നേരം വേണമെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. പക്ഷേ മനുവാട്ടിന് ഒട്ടും ക്ഷമയില്ലാത്ത ഒരു ഏരിയ കൂടിയാണ്. ഞാൻ എപ്പോൾ കയറിയാലും വേഗം ഇറങ്ങാൻ വേണ്ടി പറയും. അങ്ങനെ നമ്മൾ നോക്കി ലാസ്റ്റ്
എവിടെ എത്തി? ഇതാണ് എൻ്റെ കമ്പൻ. നടക്കൊരു ഒരാറ്റം വരെ നടന്ന് അപ്പോൾ വീണ്ടും ഹാപ്പിനെസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരെ പിന്നെയും ഞാൻ കണ്ടു. ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു എന്നെ ഇങ്ങനെ ഭയങ്കര ഓ കൊള്ളാലോ എന്നൊക്കെയുള്ള രീതിയിൽ വീഡിയോ എടുക്കുമ്പോൾ അവൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര കൊള്ളാലോ. ആ ഒരു ബ്ലഷൊക്കെയാണ് എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനിയിപ്പോൾ ഞാൻ എടുക്കേണ്ടത് പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ പെയിൻറ്റിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റൊന്നും എനിക്കിവിടെ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇനി എൻ്റെ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങാൻ വൈകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് കേൾക്കാറുണ്ട് ഞാൻ വാങ്ങിക്കുന്ന ക്ലേ ഏതാണ് ദോശൻ്റെ വൈറ്റും ബ്രൗണും. ഇവിടെ 10.99 ദിർഹംസ്, ഏകദേശം നാട്ടിലെ 120-130 രൂപ കേട്ടോ. സോറി 230 രൂപ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ടോയ്സിൻ്റെ സെക്ഷനിൽ പോകാം. മോളെയും കൂട്ടിയിട്ട് വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. പക്ഷേ അവളെക്കാളും വലിയ സൈസ് ഉണ്ട് പാവകൾക്കൊക്കെ, പിന്നെ നല്ല വെയിറ്റും. എനിക്ക് അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹം ആനേനെ വാങ്ങിച്ചു കൊടുക്കാനായിരുന്നു. അതിനിടയിൽ എൻ്റെ ഒരു ചെറിയൊരു കലാപരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായത്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവളെ പഠിപ്പിക്കാൻ നോക്കിയതാണ്, പക്ഷേ നടന്നില്ല. അവസാനം ഞാൻ മോളെ പഠിപ്പിക്കാൻ നോക്കി, അവൾ കുറച്ച് പേടിച്ചു കേട്ടോ. സ്വന്തം കൊച്ചിനെ പേടിപ്പിക്കുന്ന തള്ള. മറ്റോണം ആ സൈഡിൽ ടോയ്സിൻ്റെ ഇടയിൽ മനോഹരൻ 90 കിഡ്സിൻ്റെ വിഷമാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗണ്ണും അതുപോലെ തന്നെ വലിയ വലിയ വണ്ടിയൊക്കെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ എൻ്റെ പെയിൻറ്റ് കിട്ടുമെന്നെല്ലാം നോക്കാൻ വേണ്ടി ലുലുവിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കോസ്റ്റ്ലിയാണ്. അവസാനം അതും കിട്ടിയിട്ടില്ല. ഇനി നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ കാണാം. സീ യു, ടേക്ക് കെയർ.